കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് തൊഴാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാൻ നിൽക്കുന്നത് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ചിലപ്പോൾ അമ്പാടിയിലെ ഓരോ വേഷങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ദശാവതാര വിഘ്നത്തിലെ ഓരോ രൂപങ്ങളായിരിക്കാം. ഏത് ഭാവത്തിലാണ്, ഏത് രൂപത്തിലാണെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് നമുക്കങ്ങനെ വരാം. ആലിനെ പ്രദക്ഷിണം ചെയ്ത് വരുമ്പോൾ നേരെ വന്ന് ആത്തിമര ഗണപതിയെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരാം. അവിടെ വന്ന് തൊഴാം. സുഖമായ ദർശനമാണ്, യാതൊരു തിരക്കുമില്ല. അതിനുശേഷം നമുക്കങ്ങനെ വരുമ്പോൾ ആ മ്യൂസിയത്തിൽ വേണമെങ്കിലൊന്ന് കയറാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ആ ഗോപുരവാതിൽ കടന്നിങ്ങനെ അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ കൊടിമരം ഇങ്ങനെ കാണാം. അതേപോലെ അതിൻ്റെ മുന്നിലെ വലിയ ബലിക്കല്ലുകൾ കാണാം. ആ ബലിക്കല്ലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ അപ്പുറമായിട്ട് ഇങ്ങനെ കാണാം. അത് സ്വർണം കെട്ടിച്ചത്. അതിന് നടുക്കായി ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് നമ്മൾ നേരെ അങ്ങനെ വരുന്നു. അങ്ങനെ വരുമ്പോൾ ആ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടത് സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ ആ പീഠം കാണാം, കിടാവിളക്കും കാണാം. അതേപോലെ വലത് സൈഡിൽ ആദ്യത്തെ തൂണ് നോക്കിയിട്ടൊന്ന് തൊഴാം. അങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആകെ പ്രകാശമായിട്ടിങ്ങനെ കാണുകയാണ്. നിറയെ പ്രകാശം. അപ്പോൾ എന്താ വെച്ചാൽ സ്വർണത്തിൻ്റെ വിളക്കും വെള്ളി വിളക്കൊക്കെ ആയിട്ട് അതിലൊക്കെ നെയ്യ് ഒഴിച്ചിങ്ങനെ നെയ്ദീപം ഇങ്ങനെ കത്തിക്കുന്നതാണ്. അവിടെ നമ്മുടെ ഭഗവാന്റെ കാൽപാദങ്ങൾ കാണാണ്ട്, കാലിങ്ങനെ പിണച്ച് വെച്ചെന്നാണ്, കാൽത്തളകൾ കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ പട്ടുകോണകൊക്കെ ഞൊറിഞ്ഞുകൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ട്. ഒന്ന് പട്ടിങ്ങനെ ഞൊറിഞ്ഞുകൊടുത്തിട്ടുണ്ട്. അരയിലൊരു അരമണി ഉണ്ട്, കിങ്ങിണി ഉണ്ട്, അങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. മുകളിലേക്ക് നോക്കിയാൽ കഴുത്തിലൊരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു മാങ്ങാമാല, അങ്ങനെ 3 മാലകളുണ്ട്. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, 2 കൈ കൊണ്ടും കൂടി പൊന്നോടക്കുഴൽ ഇങ്ങനെ വായിക്കുകയാണ്. മുരളീധരനായിട്ട് എന്ന് പറഞ്ഞാൽ വേണുഗോപാലനായിട്ട് തന്നെയാണ് വായിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ആ ഓടക്കുഴലിൻ്റെ നാദം ഇങ്ങനെ ആ മായാ പ്രപഞ്ചത്തിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അതാണ് കാണാനുള്ള ഒരു കാഴ്ച. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. 2-3 പീലി കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതിന് മുകളിൽ അങ്ങനെ എന്താ പറയുക, തിരുമുടിമാലകൾ 2 ഉണ്ട്. അതെന്താ വെച്ചാൽ വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും, വെളുത്ത പൂവും തുളസിയും തെച്ചിയായിട്ടുള്ളതും, അങ്ങനെ 2 തിരുമുടിമാലകളുണ്ട്. അതേപോലെ ഉണ്ടമാലകൾ, വലിയ ഉണ്ടമാലകളാണ്, നല്ല തിക്കായിട്ട്. എങ്ങനെ വെച്ചാൽ വെളുത്ത പൂവ്, തുളസി, തെച്ചി, അങ്ങനെ 3 പൂവും കൂടി ഉള്ളത്. അതേപോലെ തന്നെ 2 എണ്ണം. അതിൽ രണ്ടാമത്തേൽ എന്താ വെച്ചാൽ കുറച്ച് വെളുത്ത പൂവും തെച്ചിയുമായിട്ടാണ്, തുളസിയില്ല. അങ്ങനത്തെയാണ് കാഴ്ച. പിന്നെ മുകളിൽ വിധാനമായിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അത് 3-4 തുളസിമാലകളാണ്. പിന്നെ ഒരു താമരമാലയുണ്ട്. അങ്ങനെയാണ് ഇന്നിപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തെ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ആ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണെന്നിങ്ങനെ മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. എന്നിട്ടാണ് ആ മുരളീധരനെ, ആ വേണുഗോപാലിനെ നമ്മൾ കാണുകയാണ്. ഞാൻ എപ്പോഴാണോ ഇത് നിങ്ങളെല്ലാവരും കേൾക്കുന്നത് ആ സമയത്താണ് ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ വന്നിട്ട് കാണുകയാണെന്നങ്ങനെ മനസ്സിൽ വിചാരിച്ച് കാണുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ അവിടുന്ന് തൊഴുത് ഇറങ്ങി സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ട് തൊഴാം. അതേപോലെ തിടപ്പള്ളി നോക്കി തൊഴുത് ആലിലെ കണ്ണനെയും കണ്ട് തൊഴുത് സപ്തമാതാക്കളെ കണ്ട് തൊഴാം. അതിനുശേഷം നേരെ നമ്മൾ ഗണേശൻ്റെ അടുത്തേക്ക് വരാം. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ വളരെ സുന്ദരമായിട്ടുള്ള അലങ്കാരമാണ്. നന്നായിട്ട് അങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. നല്ല കൊമ്പ്, തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചാർത്തി വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്. നല്ല താമരപ്പൂവുണ്ട്, അതേപോലെ തെച്ചിപ്പൂവുണ്ട്, തുളസിപ്പൂവുണ്ട്, ഒക്കെ ചാർത്തിയിട്ടാണ്. അപ്പോൾ അതും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ആ ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ.
ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ കാണുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കാണാം. ഒന്ന് തൊട്ട് തലോടിയാൽ അതിനുശേഷം മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴാം. പിന്നെ മേൽശാന്തിര അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ആ വാമന രൂപത്തെയും അത് ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപത്തെയും ഒക്കെ കണ്ട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് ഇങ്ങനെ വന്ന് അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്ത് വരുമ്പോൾ ധാരാളം പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഒരുപാട് തുളസിപ്പൂക്കളുണ്ട്, പിന്നെ താമരപ്പൂക്കളുണ്ട്. താമര ഇങ്ങനെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ചെണ്ടുമല്ലിയുണ്ട്, ജമന്തിയുണ്ട്, അങ്ങനെ ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ അവിടെ ആ കാൽക്കൽ വന്നിട്ട് അങ്ങനെ തൊഴ. അതിനുശേഷം നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് ഇങ്ങനെ വരിക, കണ്ണനെ കാണുക, പിന്നെ മുരുകനെ കാണാം. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് കുങ്കുമമുണ്ട്, ഒരു തുളസിമാലയുണ്ട്. തുളസിയല്ല, വെറ്റിലമാല. അപ്പോൾ അങ്ങനെ കണ്ട് അവിടെ തൊഴുക കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ, ഒപ്പം പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പിന്നെ നമ്മൾ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ ആ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് നമ്മൾ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കാണാം. കൊടിമരം കണ്ടൊന്ന് തൊഴാം. പിന്നെ മണിക്കിണറും അതേപോലെ നൃത്താറയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കി ആ കുറൂരമ്മേനെയും നാരദരെയും ആ മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിനുശേഷം നമ്മൾ ഇടത്തരകത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെ വരുമ്പോൾ വലിയ തിരക്ക് എന്ന് പറയല്ലോ, എന്നാൽ കുറച്ചൊക്കെ തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ ഭഗവതിയുടെ അടുത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ എന്താ കാണുന്നത് വെച്ചാൽ ആടയാഭരണങ്ങളൊക്കെ ചാർത്തിയിട്ടുണ്ട്. മുകളിലിങ്ങനെ ഗോളകയാണ്. പിന്നെ ധാരാളം പൂക്കളുണ്ട്, അർച്ചന പൂക്കളുണ്ട്. തുളസിയും തെച്ചിയൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം. നന്നായിട്ടുണ്ട്. വലിയ മാലകൾ, സ്വർണത്തിൻ്റെ മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് ദേവി. വളരെ സുന്ദരിയായിട്ട് തന്നെയാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് അനുഗ്രഹം വാങ്ങാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിയിട്ട് ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വയ്ക്ക് വരാം. കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. അപ്പോൾ ആ വേണുഗോപാലിനെ ഒന്നുകൂടി കാണാം. അവിടെ നമസ്കരിച്ച് നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വരിക. അപ്പോൾ ആ കിടാവിളക്ക് ഇരുന്ന് കത്തുന്നത് കാണാം. അങ്ങനെ അവിടെയും നമസ്കരിച്ച് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് നന്നായിട്ട് തൊഴാം. അവിടെ എന്താ വെച്ചാൽ ആ മുഖമൊക്കെ നന്നായിട്ട് ചന്ദനം ചാർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പകുതി മുക്കാൽ ഭാഗം വരെ ഉണ്ട്. പിന്നെ ബാക്കി ഇങ്ങനെ പാവുകൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതേമാതിരി വലിയ മാല ഉണ്ട്, നല്ല കാശിമാല പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. കിരീടം വെച്ചിട്ടുണ്ട്. കാതിലൊക്കെ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ പ്രദക്ഷിണമായി വന്ന് പടിഞ്ഞാറ നടയിലുള്ള ആ വേണുഗോപാല സ്വരൂപം കാണാം ദീപസ്തംഭത്തിൻ്റെ മുകളിൽ. അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയ ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ നേരെ രുദ്രതീർത്ഥത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരാം. അങ്ങനെ അവിടെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ അന്നലക്ഷ്മി ഹാളിന് അതിന് അങ്ങനെ പോയാൽ നാരായണാലയത്തിൽ വരാം. പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത്
നമ്മൾ നേരെ ഭഗവതിയുടെ അവിടേക്ക് വരാം, അവിടെ ഒന്നുകൂടി തൊഴാം. പിന്നെ നമ്മൾ കിഴക്കേ നടയിലുള്ള ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് കണ്ണനെ ഒന്നുകൂടി, ഗുരുവായൂരപ്പനെ ഒന്നുകൂടി കണ്ട് തൊഴുത് തെക്കേ നടയിലുള്ള ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോരാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീ ദേവീനെയും ഒക്കെ മനസ്സിൽ വിചാരിച്ച് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ള ആദർശ് ഉത്രാടം കല്യാണം നടക്കാൻ വേണ്ടിയിട്ടാണ്. പ്രവീൺ തിരുവോണം ശരീര സൗഖ്യത്തിന് വേണ്ടിയിട്ട്. സുധീർ തൃക്കേട്ട അവരുടെ കാല് വേദന മാറി സുഖമാവാൻ വേണ്ടിയിട്ടാണ്. ആശുപത്രിവാസമായിരുന്നു, ഇപ്പോൾ അത് വീട്ടിലെത്തി വീണ്ടും കാലിൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളോട് പറഞ്ഞ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അവരവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.